ഹലോ അസ്സലാമലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങുമായിട്ടാണ് കേട്ടോ. ബ്രെഡും പാലും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഓൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. ഇതിലേക്ക് 6 സ്ലൈസ് ബ്രെഡ് ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് നിരത്തി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. പിന്നെ സ്ട്രോബെറി ഒക്കെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 3 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇതിപ്പോൾ തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു കസ്റ്റർഡ് മിക്സ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. പിന്നെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു പുഡിംഗ് ട്രേയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഈ ഒരു ബ്രെഡിൻ്റെ പീസ് പകുതിയോളം വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ടല്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് പകുതിയോളം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത ബദാമും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ബ്രെഡ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒരു കസ്റ്റർഡും കൂടെ മുകളിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ചൈന ഗ്രാസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അങ്ങനെ കട്ടിയുള്ള പുഡിംഗ് അല്ല കേട്ടോ. കുറച്ച് ക്രീമി ടെക്സ്ചറിലുള്ള പുഡിംഗാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരെണ്ണം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഒരു ലെയർ ക്രീമി ടെക്സ്ചറും അതിൻ്റെ മുകളിലോട്ട് ജാമുൻ വെച്ചിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രീമി ടെക്സ്ചറും അതിൻ്റെ മുകളിലോട്ട് ജാമുൻ വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച ആപ്പിളും ബദാമും ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഇനി 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റായതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.